സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ സത്യവചനം, വിടുതലായി രക്ഷയായി നവജീവനായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. എന്നും എന്നെ മറക്കണേ, നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാൽ ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. Find rest, my soul, in Christ alone. Know His power in quietness and trust. When the oceans rise and thunders roll, I will soar with you above the storm. Father, you are King over the flood. I will be still and know you are God. I will be still and know you are God. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാൽ ഭയമില്ല. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സത്യം സത്യമായി എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ, സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കർത്താവിൽ സന്തോഷിക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഈ വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നിങ്ങൾ സന്തോഷിക്കുന്നുവെങ്കിൽ അത് കർത്താവിലായിരിക്കണം. കർത്താവിൽ സന്തോഷിക്കുവിൻ എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് നമ്മോട് പറയുകയാണ്. ഈ ലേഖനം എഴുതുന്ന സമയത്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. 2 തരത്തിലുള്ള സന്തോഷങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് പൊതുവായിട്ട് അറിയാം. കർത്താവിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാണ് ഒന്നാമത്തെ സന്തോഷം. രണ്ടാമത്തെ സന്തോഷം എന്നുള്ളത് കർത്താവിനെ കൂടാതെ ഉള്ളതാണ്. അതായത് ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം. ഈ 2 സന്തോഷത്തിനും പ്രത്യേകതകൾ ഉണ്ട്.
നമുക്ക് ആ പ്രത്യേകതകൾ അല്പമായിട്ട് ചിന്തിക്കാം. ഒന്നാമത്തെ സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് കർത്താവിനെ കൂടാതെ ലഭിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് ലഭ്യമാകുന്ന സന്തോഷമാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്നവരായിരിക്കുന്ന മനുഷ്യർ എല്ലാവരും സന്തോഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. ദുഃഖിക്കുവാനായിട്ട് ആർക്കും മനസ്സില്ല. സന്തോഷിക്കുവാനായിട്ട് എന്താണോ വേണ്ടത് അത് കരഗതമാക്കുവാൻ മനുഷ്യൻ പ്രയത്നിക്കുന്നു. മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുകയാണ്. ചിലരുടെ സന്തോഷം അവരുടെ സമ്പത്തിലായിരിക്കാം. ചിലർ ധരിക്കുന്നത് ഒരുപാട് ധനം സമ്പാദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലുടനീളം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. മറ്റു ചിലരുടെ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ സൗന്ദര്യത്തിലായിരിക്കാം. മറ്റ് ആളുകളുടെ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യത്തിലായിരിക്കാം. അങ്ങനെ പല രീതിയിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇൻ്റർനെറ്റ് യുഗമാണ്. ഇന്ന് പാവപ്പെട്ടവനും വലിയവനും എന്നില്ലാതെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോൺ വഴി അതിലെ വീഡിയോകൾ കണ്ട് സന്തോഷിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. എന്നാൽ ഇതിൻ്റെയൊക്കെ അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഈ സന്തോഷം അധിക നാൾ നീണ്ടു നിൽക്കുന്നതല്ല. ഈ സന്തോഷം താൽക്കാലികമായിട്ട് ഉള്ള ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, ധനം സമ്പാദിക്കുന്ന ആളുകൾ അവർ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാനായിട്ട്, അവർ സന്തോഷിക്കുവാനായിട്ട് ധനം സമ്പാദിക്കുകയാണ്. ധനം എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത് എന്ന് ആലോചിക്കുകയും അതിനായിട്ട് കഠിന പ്രയത്നവും അത്യധ്വാനവും അവർ ചെയ്യുകയാണ്. ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ പറയുകയുണ്ടായി. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 16 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ആ ഉപമ കാണാം. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ദൈവവിഷയമായി സമ്പന്നൻ ആകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം എങ്ങനെയാകുന്നു? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ധനവാനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞു. ആ മനുഷ്യൻ ഉള്ളിൽ വിചാരിക്കുകയാണ്, ഈ വിളവ് കൂട്ടിവെക്കുവാനായിട്ട് ഇപ്പോഴുള്ള എൻ്റെ കളപ്പുരകൾ പോരാ, ഞാൻ അതിനെ പൊളിക്കും. അതിനെ പൊളിച്ച് വിശാലമായിരിക്കുന്ന രീതിയിൽ അതിനെ പണിയും. എന്നിട്ട് താൻ പറയുകയാണ്, ഞാൻ എന്നോട് തന്നെ, എനിക്ക് ഏറിയ ആണ്ട് കഴിയുവാനായിട്ട് ഉണ്ട് എന്ന് താൻ മനസ്സിൽ പറയുകയാണ്. എന്നിട്ട് താൻ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഈ സംസാരത്തിനൊടുവിൽ ദൈവം പറയുന്ന പ്രസ്താവന എന്നുള്ളത് മൂട എന്നാണ്. മൂട, ഇന്ന് നിന്റെ പ്രാണനെ ഞാൻ തിരികെ ചോദിച്ചു കഴിഞ്ഞാൽ നീ ഈ സമ്പാദിച്ചു വെച്ചത് ആർക്കാകും? പ്രിയരെ, ഈ ധനം നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരും എന്ന് വിശ്വസിക്കുന്നത് അത് വ്യർത്ഥമാണ്. അല്പമായിരിക്കുന്ന സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഈ ധനം മൂലം ലഭിക്കുന്ന സന്തോഷം അത് താൽക്കാലികമാണ്. ഈ സൗന്ദര്യം മൂലം ലഭിക്കുന്ന സന്തോഷം അത് താൽക്കാലികമാണ്. നമ്മുടെ ആരോഗ്യം മൂലം ലഭിക്കുന്ന സന്തോഷം അത് താൽക്കാലികമാണ്. അത് അല്പനേരത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒന്നാണ്. ഈ ലോകം തരുന്ന സന്തോഷങ്ങൾ, ഈ ലോകം തരുന്ന സമാധാനങ്ങൾ എല്ലാം അത് അല്പനേരത്തേക്ക് മാത്രമാണ്. അത് ശാശ്വതമായിരിക്കുന്ന ഒന്നല്ല. ഈ ലോകത്തിൽ നിന്ന് ലഭ്യമാകുന്ന സന്തോഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. പ്രിയപ്പെട്ടവരെ, ആളുകൾ ഈയാമ്പാറ്റകളെ പോലെ ഈ സന്തോഷം കരഗതമാക്കുവാനായിട്ട് അത്യധ്വാനം ചെയ്യുകയാണ്. അവരങ്ങനെ സന്തോഷിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ ട്രെൻഡായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പണ്ടൊക്കെ ഒരു കല്യാണ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സൽക്കാരങ്ങളുണ്ടാകും, അവിടെ വലിയ സെലിബ്രേഷൻ ഉണ്ടാകും. ഇന്ന് മനുഷ്യൻ സന്തോഷിക്കുവാനായിട്ട് എന്തിനും ഏതിനും സെലിബ്രേറ്റ് ചെയ്യുന്ന, മദ്യത്തിൻ്റെ പിന്നാലെ പോയി അതിനെ സേവിച്ചുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളെക്കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ മദ്യമൊക്കെ കുടിച്ചു കഴിഞ്ഞ് അവരങ്ങനെ ഉല്ലസിച്ച് ആനന്ദിച്ച് അവരങ്ങനെ കിടന്നുറങ്ങും. രാവിലെ ഉണരുമ്പോൾ എന്താണ് അവൻ്റെ ഹൃദയത്തെ അലട്ടുന്ന ഒരു പ്രയാസം? അവൻ്റെ ഹൃദയത്തെ അലട്ടുന്ന പ്രയാസം എന്നുള്ളത് നികത്താനാകാത്ത ശൂന്യതയാണ്. ഞാൻ കുടിക്കണ്ടായിരുന്നു, ഞാനത് ചെയ്യണ്ടായിരുന്നു എന്നുള്ള ശൂന്യത. പ്രിയപ്പെട്ടവർ, ഈ ലോകത്തു നിന്ന് ലഭ്യമാകുന്ന സന്തോഷങ്ങൾ ഇങ്ങനെയാണ്. അത് താൽക്കാലികം മാത്രമാണ്. അത് നിലനിൽക്കുന്ന ഒന്നേ അല്ല.
അത് അല്പനേരത്തേക്ക് മാത്രം ഉള്ളതാണ്. ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ പറയുകയാണ്, ഹാ മായ മായ സകലവും മായ. സഭാപ്രസംഗി അതിൻ്റെ 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലാണ് ഈ പ്രസ്താവന. ഹാ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഈ സൂര്യൻ്റെ കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും മനുഷ്യന് എന്ത് ലാഭം? ജ്ഞാനിയായിരിക്കുന്ന ശലോമോനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തൻ്റെ സുഖത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി എന്താണോ ആവശ്യം അതെല്ലാം കരഗതമാക്കി ആ സുഖം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. 1000-ഓളം സ്ത്രീകളാണ് തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയത്. എന്നിട്ടും താൻ പറയുകയാണ്, തൻ്റെ വാർദ്ധക്യകാലത്ത് ഈ സന്തോഷങ്ങളെല്ലാം താൻ അനുഭവിച്ച്, ഈ സന്തോഷങ്ങളെല്ലാം താൻ കരഗതമാക്കി മുന്നേറി തൻ്റെ അന്ത്യമായപ്പോൾ താൻ പറയുന്ന ചില വാചകങ്ങളാണ്, ഇതൊക്കെയും മായയാണ്, ഇതൊക്കെയും വ്യർത്ഥമാണ്, ഇതൊക്കെയും നശ്വരമാണ്, ഇതൊക്കെയും താൽക്കാലികമാണ്. ഞാൻ അനുഭവിച്ച സുഖങ്ങൾ, ഞാൻ പ്രയത്നിച്ച പ്രയത്നങ്ങൾ, ഞാൻ അധ്വാനിച്ച അധ്വാനങ്ങൾ ഇതൊക്കെയും വ്യർത്ഥമാണ്. സൂര്യൻ്റെ കീഴിൽ അധ്വാനിക്കുന്ന പ്രയത്നം കൊണ്ട് മനുഷ്യന് യാതൊരു ലാഭവും ഇല്ല. സഭാപ്രസംഗി 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിനെ നിഷേധിച്ചില്ല, എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. എൻ്റെ സകല പ്രയത്നവും നിമിത്തം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇതുതന്നെ. ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി, എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ, സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ നമ്മെ ഉപദേശിക്കുന്ന ചില ഉപദേശങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത്രയ്ക്കും സന്തോഷിച്ചവനായിരിക്കുന്ന, ഇത്രയ്ക്കും ഉല്ലസിച്ചവനായിരിക്കുന്ന ശലോമോൻ പറയുകയാണ്, ഇതൊക്കെയും മായയാണ്. ഒരു സന്തോഷവും താൻ നിഷേധിച്ചില്ല. സന്തോഷത്തിനു വേണ്ടി എന്തൊക്കെയാണോ വേണ്ടത് അതിനു വേണ്ടിയിട്ട് താൻ അത്യധ്വാനം ചെയ്തു. ഈ സൂര്യന് കീഴിൽ തനിക്ക് ഏതെല്ലാം നിലയിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് അതെല്ലാം നിറവേറ്റിയ ഒരു വ്യക്തിയാണ് നമ്മോട് പറയുന്നത്, ഇതൊക്കെയും മായയാണ്. തൻ്റെ അന്ത്യത്തിൽ എത്തിയപ്പോൾ ശലോമോൻ പുറകോട്ടം തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ സകല പ്രയത്നങ്ങളെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു എത്തി നോക്കിയപ്പോൾ തനിക്ക് മനസ്സിലായി, ഇതൊക്കെയും മായയാണ്, ഇതൊക്കെയും വ്യർത്ഥമാണ്. ജ്ഞാനിയായിരിക്കും ശലോമോൻ നമ്മെ ഉപദേശിക്കുകയാണ്, ഈ ലോകത്തിൽ നിന്ന് ലഭ്യമാകുന്ന സന്തോഷം അത് ശൂന്യമാണ്, അത് നശ്വരമാണ്, അത് താൽക്കാലികമാണ്. താൻ വളരെ ജ്ഞാനിയായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. താൻ സമ്പാദിച്ച അറിവ് അത് വ്യർത്ഥമാണ്. താൻ സുഖിച്ച സുഖങ്ങൾ അത് വ്യർത്ഥമാണ്. എന്നിട്ട് ശലോമോൻ പറയുകയാണ്, മനുഷ്യ, യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർഘട സമയങ്ങൾ വരുമ്പോൾ നിന്റെ കാലുകൾ വിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും, നിന്റെ ഹൃദയം ക്ഷീണിക്കുവാനായിട്ട് ഇടയായിത്തീരും, നീ തളരുവാനായിട്ട് ഇടയായിത്തീരും, നിന്റെ ശരീരം ബലഹീനമാകുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നിന്റെ സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളണം. ദുർഘട സമയങ്ങൾ വരും. പ്രിയപ്പെട്ടവരെ, ജ്ഞാനിയായിരിക്കും ശലോമോൻ നമ്മോട് പറയുകയാണ്, ഉപദേശിക്കുകയാണ്. തൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെയും പറയുന്നത്. ഈ ലോകത്തു നിന്ന് ലഭ്യമാകുന്ന ഈ സുഖങ്ങൾ, ഈ ഉല്ലാസങ്ങൾ, ഈ ആനന്ദങ്ങളൊക്കെയും അത് വ്യർത്ഥമാണ്, അത് തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, അത് ശൂന്യതയാണ്. ഇതാണ് ലോകത്തിൽ നിന്ന് ലഭ്യമാകുന്ന സന്തോഷങ്ങൾ. ഇന്ന് ആളുകൾ ഈ ലോക സന്തോഷം കരസ്ഥമാക്കുവാനായിട്ട് എത്രയോ ഊടുവഴികളിലൂടെ സഞ്ചരിച്ച് അങ്ങനെ ചിന്നിയവരായിട്ട്, ചിതറിയവരായിട്ട്, നിരാശിതരായിട്ട് തീരുകയാണ്. അല്പകാലത്തേക്ക് ലഭിക്കുന്ന സന്തോഷത്തിന് വേണ്ടി അവരങ്ങനെ അത്യധ്വാനം ചെയ്യുകയാണ്. ഒരു ഒളിമ്പിക്സ് വിന്നറെ കുറിച്ച് ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ആ ഒളിമ്പിക്സ് വിന്നറുടെ ഏക ലക്ഷ്യമെന്നുള്ളത് താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഐറ്റത്തിൽ ഒന്നാമതാകണം, തനിക്ക് വിജയിയാകണം. അതിനുവേണ്ടി താൻ വർഷങ്ങൾക്ക് മുമ്പ് കഠിന പ്രയത്നം ചെയ്തു, ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഒളിമ്പിക്സ് വന്നെത്തി. താൻ ഉൾപ്പെട്ട ഐറ്റത്തിൽ എല്ലാ ഐറ്റത്തിലും താൻ വിജയിച്ചു, താൻ ഒന്നാമതെത്തി. 2ഉം 3ഉം ഒളിമ്പിക്സ് അങ്ങനെ താൻ വിന്നറായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വളരെ സന്തോഷമാണ്. ആളുകൾ തന്നെ സ്വീകരിക്കുകയാണ്, ഹർഷാരവം ഇടുകയാണ്. അങ്ങനെ എല്ലാ നിലയിലും സന്തോഷമാണ്. ആളുകൾ തന്നെ സ്വീകരിക്കുന്നു, ഒരു വീരപരിവേഷം നൽകി തന്നെ ആദരിക്കുന്നു. എന്നാൽ അല്പനാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം താൻ നിരാശിതനാകുവാനായിട്ടിടയായിത്തീർന്നു. തനിക്ക് വിഷാദ രോഗം പിടിപെടുവാനായിട്ടിടയായിത്തീർന്നു. എന്താണ് അതിന് കാരണം? തനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന കായിക ഇനത്തിൽ ഒന്നാമതെത്തുക. അത് താൻ വിജയിച്ചു, താൻ ഒന്നാമതെത്തി. പിന്നീട് തനിക്ക് ഒരു ലക്ഷ്യവുമില്ല, തൻ്റെ ഹൃദയം ശൂന്യമായിരിക്കുകയാണ്. തനിക്ക് തൻ്റെ മുൻ വരിച്ച നേട്ടങ്ങളോട് വെറുപ്പ് തോന്നി, തനിക്ക് അതിനോട് അറപ്പ് തോന്നി. താൻ അങ്ങനെ നിരാശയിൽ
കഴിയുകയാണ്. പ്രിയരെ, ഈ ലോകത്തിൽ ലഭ്യമാകുന്ന സന്തോഷങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ്. അത് താൽക്കാലികമാണ്, അത് നശ്വരമാണ്. ശലോമോന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് മായയാണ്. ഈ സൂര്യന്റെ കീഴിൽ പ്രയത്നിക്കുന്ന പ്രയത്നങ്ങൾ കൊണ്ട് മനുഷ്യന് എന്ത് ലാഭം? അല്ലയോ മനുഷ്യ, നീ പ്രവർത്തിക്കുന്ന പ്രയത്നം കൊണ്ട് നിനക്ക് എന്ത് ലാഭം? ഒരു ലാഭവുമില്ല. നിനക്ക് ലാഭമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് നിന്റെ സൃഷ്ടാവിനെ എന്ത് ചെയ്യണം? നീ ഓർക്കണം. നിന്റെ സൃഷ്ടാവിലേക്ക് നീ മടങ്ങി വരണം. എങ്കിൽ മാത്രമേ നിനക്ക് കാര്യമുള്ളൂ. നിന്റെ ഹൃദയം സന്തോഷിക്കുവാനായിട്ട് ഇടവരികയുള്ളൂ. സന്തോഷത്തിൻ്റെ രണ്ടാമത്തെ തലത്തിലേക്ക് നാം പോവുകയാണ്. ആദ്യമായിട്ട് നാം കണ്ടു കർത്താവിനെ കൂടാതെ ഉള്ള സന്തോഷത്തിൻ്റെ പ്രത്യേകതകളാണ്. ഈ ലോകത്തിൽ നിന്ന് ലഭ്യമാകുന്ന സന്തോഷത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. രണ്ടാമതായിട്ട് കർത്താവിൽ നിന്ന് ലഭ്യമാകുന്ന സന്തോഷത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഈ ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നു. കാരാഗ്രഹത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയത്. നമുക്കറിയാം, ജയിൽവാസം എന്നുള്ളത് അത്ര സുഖകരമായിരിക്കുന്ന ഒന്നല്ല. അത് വളരെ നിരാശ നിറഞ്ഞതും ദുഃഖം നിറഞ്ഞ ഒരു സാഹചര്യമാണ് ജയിൽവാസം എന്നുള്ളത്. ജയിലിൽ കഴിഞ്ഞ ആളോട് ചോദിച്ചാൽ അവർ പറയും, ഇത്ര കഠിനമായിരിക്കുന്ന ഒരു സ്ഥിതി വേറെ ഉണ്ടായിട്ടില്ല. ജയിലിൽ എപ്പോഴും ബന്ധനമാണ്, ഒരു സ്വാതന്ത്ര്യവും അവർക്ക് ലഭിക്കുന്നില്ല. തടവുകാരെ പോലെ അവരങ്ങനെ കഴിയുകയാണ്, ബന്ധനത്തിൽ കഴിയുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ അനുയായികളോട് പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഈ കർത്താവിലുള്ള സന്തോഷം അത് നമ്മുടെ പ്രതിസന്ധികളിൽ അതിജീവിക്കുവാൻ കഴിയുന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റും കോളും നിമിത്തം ആ സന്തോഷത്തെ ഉലയ്ക്കുവാനായിട്ട് ഒരു ശക്തിക്കും കഴിയുകയില്ല. കർത്താവിൽ ആണോ നാം ആശ്രയം വെച്ചിരിക്കുന്നത്? അവനിലാണോ നാം ആശ വെച്ചിരിക്കുന്നത്? അവനിലാണോ നാം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? എങ്കിൽ നമ്മുടെ സന്തോഷത്തെ തടയുവാനായിട്ട് ഒരു ശക്തിക്കും കഴിയുകയില്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, സങ്കടമോ, ആപത്തോ, വാളോ? ഇവയിൽ നിന്നൊന്നും ഈ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാനായിട്ട് കഴിയുന്നതല്ല. എന്തെല്ലാം കഷ്ടതകൾ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചോട്ടെ, നിങ്ങൾ കർത്താവിലാണ് ആശ്രയം വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തെ ഉലയ്ക്കുവാനായിട്ട് ഒരു ശക്തിക്കും കഴിയുകയില്ല. യാതൊരു ആപത്തിനും കഴിയുകയില്ല, യാതൊരു ഉപദ്രവത്തിനും കഴിയുകയില്ല, യാതൊരു വാളിനും കഴിയുകയില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിലേക്ക് കഷ്ടതകൾ ഒന്നൊന്നായിട്ട് വന്നു, സങ്കടങ്ങൾ ഒന്നൊന്നായിട്ട് വന്നു, പട്ടിണി, നഗ്നത, ആപത്ത്, വാള് എല്ലാം ചേർന്ന ഒരു സമ്മിശ്ര ജീവിതമായിരുന്നു തൻ്റെ ജീവിതം എന്നുള്ളത്. എന്നാൽ താൻ അതിലൊന്നും പതറിപ്പോയില്ല. തൻ്റെ സന്തോഷത്തെ വിലക്കുവാനായിട്ട്, തടയിടുവാനായിട്ട് ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട് ഒരു ശക്തിക്കും കഴിയത്തില്ല എന്നുള്ളതാണ്. എന്താണ് കർത്താവിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തിൻ്റെ പ്രത്യേകത? ഒന്നാമതായിട്ട് നാം ചിന്തിച്ച സന്തോഷത്തെക്കുറിച്ച് നാം കണ്ടപ്പോൾ അത് നിലനിൽക്കാത്ത ഒന്നാണ്. കർത്താവിനെ കൂടാതെയുള്ള സന്തോഷം അത് നിലനിൽക്കാത്തതാണ്. എന്നാൽ ക്രിസ്തുവിലുള്ള സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് നിലനിൽക്കുന്ന സന്തോഷമാണ്. അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും സന്തോഷിക്കുവാനായിട്ട്, ആനന്ദിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു. ഈ സന്തോഷം ഇവിടം കൊണ്ട് തീരുന്നതല്ല. കാരണം ഈ സന്തോഷം എന്നേക്കുമുള്ളതാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അവൻ നിത്യനാണ്. അവൻ്റെ രാജ്യത്തിന് ആരംഭമില്ല. അവൻ ആൽഫയും ഒമേഗയും എന്നാണ് ബൈബിൾ അവനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവന് ആദ്യനും അന്ത്യനുമാകുന്നു. അവന് ആരംഭവുമില്ല, അവസാനവുമില്ല. നമ്മുടെ കർത്താവ് ദൈവമാണ്. അവൻ നിത്യനാണ്. ആ നിത്യനായിരിക്കുന്ന കർത്താവിൻ്റെ രാജ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. തന്നിൽ വിശ്വസിക്കുന്നവർ ഈ നിത്യരാജ്യത്തിൻ്റെ ഉടമസ്ഥ അവകാശികളായിട്ട് തീർന്നിരിക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ രാജ്യം ഇളകാത്ത രാജ്യമാണ്. ഈ രാജ്യം നിത്യമായിരിക്കുന്ന രാജ്യമാണ്. നമ്മുടെയൊക്കെ ദേശത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഈ രാജ്യം നശിച്ചു പോകുന്ന ഒന്നാണ്. നമുക്കറിയാം, പ്രകൃതിക്ഷോഭങ്ങൾ ആഞ്ഞടിക്കുകയാണ്, അല്ലേ? പ്രകൃതിക്ഷോഭങ്ങൾ ആഞ്ഞടിക്കുകയാണ്. ഓരോ വർഷവും പ്രകൃതിക്ഷോഭത്തിലൂടെ എത്രയോ ജീവനുകളാണ് പോകുന്നത്. എന്നാൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അവിടെ കണ്ണുനീരില്ല, അവിടെ ദുഃഖമില്ല, അവിടെ മുറവിളിയില്ല. എന്നേക്കും സന്തോഷത്തിൻ്റെതായിരിക്കുന്ന ഒരു നാട്, എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് കഴിയുന്ന ഒരു നാട്. അവിടെ കണ്ണുനീരില്ല. നമ്മുടെ കണ്ണുനീരൊക്കെയും നമ്മുടെ കർത്താവ് തുടയ്ക്കും. നാം കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ഒരു സമയം, പ്രിയപ്പെട്ടവർ, നമ്മുടെ കർത്താവ് നിത്യനാണ്. നമുക്ക് ഈ കാരണത്താൽ സന്തോഷിക്കാം. നമ്മുടെ കർത്താവിൻ്റെ രാജ്യം ഇളകാത്ത രാജ്യമാണ്. രണ്ടാമതായിട്ട് കർത്താവിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഈ സന്തോഷം കർത്താവിൻ്റെ സാന്നിധ്യം
നമ്മുടെ മധ്യേ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് സർവശക്തനായിരിക്കും ദൈവമാണ്. നമുക്കറിയാം, ചിലരുടെ സാന്നിധ്യം നമ്മെ സന്തോഷിപ്പിക്കും. നമ്മുടെ പ്രായമായ മാതാപിതാക്കളൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകും. അവർ ഉള്ളത് ആ വീടിനൊരു അനുഗ്രഹമാണ്. കാരണം അവർ ബലഹീനമായിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കുമ്പോൾ തന്നെയും അവരുടെ സാന്നിധ്യം നമ്മെ സന്തോഷിപ്പിക്കും. കാരണം എന്താണ്? ചില പ്രതിസന്ധികൾ പെട്ടുകഴിഞ്ഞാൽ ഈ മാതാപിതാക്കളുടെ പരിചയ സമ്പത്ത്, അവരുടെ അനുഭവ സമ്പത്ത്, അവരുടെ ഉപദേശങ്ങൾ നാം സ്വീകരിക്കുകയാണെങ്കിൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് ശക്തി നൽകും. എന്നതുപോലെ തന്നെ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. അവനാൽ കഴിയാത്ത യാതൊരു കാര്യവുമില്ല. ഏത് പ്രതിസന്ധികൾ നാം പെട്ടുകഴിഞ്ഞാലും, ഏത് അവസ്ഥയിൽപ്പെട്ട ആളുകളായാലും അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായിട്ട് ഈ കർത്താവുണ്ട്. ഈ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ നാം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിന് സാന്നിധ്യം ഇല്ലാത്ത ആളുകൾ അവർ ശാപയോഗ്യരായിരിക്കുന്ന ആളുകളാണ്. അവർ വെളിയിൽ എറിയപ്പെട്ട ആളുകളാണ്. ഈ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് പിടഞ്ഞ് വികസിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് ആനന്ദിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ സന്തോഷിപ്പിക്കും. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത്, നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ നിത്യനാണ്. മാത്രമല്ല, അവനിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം എന്നുള്ളത് അത് താൽക്കാലികമല്ല, എന്നേക്കുമുള്ളതാണ്, നിലനിൽക്കുന്ന ഒന്നാണ്. മറ്റേത് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ സന്തോഷിപ്പിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവിലേക്ക് നമുക്ക് തിരിയാം. ഈ കർത്താവിലേക്ക് നമ്മുടെ ആശ്രയം വെക്കാം. നമ്മുടെ ആകുലതകൾ, നമ്മുടെ പ്രയാസങ്ങൾ ഈ കർത്താവിനോട് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കാത്തവരാണെങ്കിൽ ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമ്മെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ സന്തോഷത്തെ തടയുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നമ്മുടെ പാപമാണ്. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം ദൈവം അതിവിശുദ്ധനാണ്. ആ വിശുദ്ധനായിരിക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം വരണമെങ്കിൽ നമ്മുടെ പാപത്തിനും പരിഹാരം വരേണ്ടിയിരിക്കുന്നു. 2000 വർഷങ്ങൾക്കപ്പുറം നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ഏറ്റുകൊണ്ട് നമുക്ക് പകരക്കാരനായി നിന്നുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ നമുക്ക് വേണ്ടി സഹിച്ചു. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. ഈ കർത്താവിലേക്ക് നാം തിരിയുകയാണെങ്കിൽ, ഈ കർത്താവിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുകയാണെങ്കിൽ നാമും സന്തോഷിക്കുന്നവരായിട്ട് തീരും. നിത്യമായിട്ട് നിലനിൽക്കുന്ന സന്തോഷം കരഗതമാക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സന്തോഷത്തിലേക്ക് എത്തിയില്ല എങ്കിൽ നിങ്ങളെ തന്നെ ഈ കർത്താവിന് മുമ്പാകെ സമർപ്പിക്കുക. അവനെ നിങ്ങളുടെ നാഥനും കർത്താവുമായിട്ട് നിങ്ങൾ അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിക്കുമ്പോൾ നിലനിൽക്കുന്ന സന്തോഷവും നിലനിൽക്കുന്ന സമാധാനവും കൈവരിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഈ കർത്താവിൽ നിന്ന് ലഭ്യമാകുന്ന സന്തോഷത്തെ പിടിച്ചു പറിക്കുവാനായിട്ട്, അതിനെ തകർക്കുവാനായിട്ട്, അതിനെ ഉലയ്ക്കുവാനായിട്ടോ ഒരു ശക്തിക്കും കഴിയുകയില്ല. അത് എന്നേക്കും നിലനിൽക്കുന്ന സന്തോഷമാണ്. ഞാൻ 2 തരത്തിലുള്ള സന്തോഷത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, കർത്താവിനെ കൂടാതെയുള്ള സന്തോഷവും. 2, കർത്താവിൽ നിന്ന് ലഭ്യമാകുന്ന സന്തോഷവും. കർത്താവിനെ കൂടാതെയുള്ള സന്തോഷത്തിൻ്റെ പ്രത്യേകത, അത് താൽക്കാലികമാണ്, അത് മായയാണ്, അത് ശൂന്യമാണ്. എന്നാൽ കർത്താവിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. നമ്മുടെ കർത്താവ് നിത്യനാണ്. ആ നിത്യനായതുകൊണ്ട് അവൻ്റെ സാന്നിധ്യം, അവൻ്റെ അടുപ്പം നമ്മെ സന്തോഷിപ്പിക്കും. ഈ സന്തോഷം എന്നേക്കും നിലനിൽക്കുന്ന ഒന്നാണ്. ഈ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നിങ്ങളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. Rest my soul in Christ alone. Know His power in quietness and trust. When the oceans rise and thunders roll, I will soar with you above the storm. Father, you are King over the flood. അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് പറയുന്ന പ്രസ്താവനയാണ് എപ്പോഴും സന്തോഷിപ്പിൻ എന്നുള്ളത്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കാരാഗ്രഹത്തിൽ കിടന്ന് എപ്പോഴും സന്തോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? നാം എല്ലാവരും എപ്പോഴും സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി ചിലർ മദ്യപാനത്തിലും മറ്റ് ചിലർ മയക്കുമരുന്നിലും സന്തോഷം കണ്ടെത്തുന്നു. ചിലർ
കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ സന്തോഷിക്കുന്നവരാണ്. ചിലർ ദീർഘദൂരം യാത്ര ചെയ്ത് ആ യാത്രയിലൂടെ സന്തോഷം കണ്ടെത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇവയൊന്നും നിലനിൽക്കുന്ന സന്തോഷം നൽകുന്നവയല്ല. ഇവ താൽക്കാലികം മാത്രമാണ്. നിലനിൽക്കുന്ന സന്തോഷം എന്താണ് എന്ന് നാം ദൈവവചന സന്ദേശത്തിലൂടെ കേൾക്കുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പമുള്ള വാസമാണ് നമുക്ക് നിലനിൽക്കുന്ന സന്തോഷം നൽകുന്നത്. കർത്താവിനോടൊപ്പം എങ്ങനെയാണ് വാസം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് കഴിയുകയില്ല. പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയുള്ള മനുഷ്യനെ രക്ഷിപ്പാനായി കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ മരിക്കുകയുണ്ടായി. ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തോടൊപ്പം വാസം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഈ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയിൽ പങ്കാളികളായി തീരുവാനായിട്ട് ഞങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് എത്ര നല്ലവനെന്നോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് മാത്രം ഏക രക്ഷിതാവായതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. നിത്യതയിൽ ഞങ്ങൾക്ക് വാസം ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി തന്നെ താഴ്ത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ കർത്താവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ മകനായി തീരുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ആ കർത്താവിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഏവരെയും അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയെ അവിടുന്ന് കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് അതിന് മറുപടി നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. സത്യം സത്യമായി